നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. KSRTC തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാപ്പകൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് TDF. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളെന്ന് നമുക്ക് ചോദിച്ചറിയാം. KSRTCയിലെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാപ്പകൽ സമരത്തിന് ആഹ്വാനം ചെയ്ത് ഇപ്പോൾ രാവിലെ തുടങ്ങിയ സമരം ഇപ്പോൾ ഒരു വൈകുന്നേര സമയമായി നിൽക്കുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഒരു സമരം? ഞങ്ങൾ KSRTCയെ സംബന്ധിച്ചോളം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് ഞങ്ങൾ നിരന്തരമായ സമരം ശമ്പളത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി ഒരു 10-ാം തീയതി കഴിയുമ്പോൾ ശമ്പളത്തിന് വേണ്ടി ചീഫ് ഓഫീസിൻ്റെയും സെക്രട്ടേറിയറ്റിലും തെരുവോരങ്ങളുടെ സമരം ചെയ്യേണ്ട ഒരു ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇപ്രാവശ്യം പുതിയ മന്ത്രി വന്നതിന് ശേഷം സമയബന്ധിതമായി ശമ്പളം തരും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് സമരത്തിന് ഒരു ഗ്യാപ്പ് കൊടുത്തത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മന്ത്രി വന്നിട്ടും മന്ത്രി പറഞ്ഞ വാക്കുപോലും പാലിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പോക്ക്. ഈ ശബരിമല സീസണിൽ 273 കോടി രൂപയോളം വരുമാനമുണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് ശമ്പളം തരാൻ സർക്കാരോ മാനേജ്മെൻറ്റോ തയ്യാറാകുന്നില്ല. അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾക്ക് ശമ്പളം തരാത്തത്, പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ KSRTCയെ സംരക്ഷിക്കാനോ പറ്റാത്തത് കൊണ്ടല്ല ഞങ്ങൾക്ക് പുതിയ വണ്ടി വാങ്ങാത്തത്. ഞങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്നതിൽ നിന്നും ഞങ്ങൾക്ക് DA കുടിശ്ശിക, കേരളത്തിലെ സമസ്ത മേഖലയിലുള്ളവർക്കും DA കൊടുത്തു, ഞങ്ങൾക്ക് DA കുടിശ്ശിക തരുന്നില്ല. KSRTCക്കാർക്ക് പുതിയ വണ്ടി വാങ്ങുന്നില്ല. ഞങ്ങളുടെ കൈകളിൽ നിന്നും പിടിച്ച NDRഉം NPSഉം അതുപോലുള്ള തുകകൾ കൃത്യമായി അതാത് സ്ഥലങ്ങളിൽ അടയ്ക്കുന്നില്ല. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം, ഈ സർക്കാർ വന്നതിന് ശേഷം നടത്തിയ ശമ്പള പരിഷ്കരണ കരാറ് പോലും ഇതുവരെയും നിയമപരമായി ഗവൺമെൻറ് GO ഇറക്കി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ പെൻഷനിലുള്ള അപാകതകൾ പരിഹരിക്കണം. അങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഈ ചീഫ് ഓഫീസ് നടയിൽ സെക്രട്ടറിയുടെ നടയിൽ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, നിരന്തരമായി KSRTCയുടെ വണ്ടികൾ അപകടത്തിലാവുന്നു. KSRTCയുടെ വണ്ടികൾ അപകടത്തിലാകുന്നു. അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. 15 വർഷം കാലാവധി ആകുന്ന വണ്ടികളാണ് ഈ നിരത്തിലോടുന്നത്. അടുത്തൊരു സർക്കാർ വന്നാൽ പോലും KSRTC എന്ന് പറഞ്ഞ പ്രസ്ഥാനം 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഓടുന്ന വണ്ടികളുടെ ഒക്കെ ഫിറ്റ്നസ് കഴിയും. ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം ഫിറ്റ്നസ് കഴിയും. അപ്പോൾ പുതിയ വണ്ടി വാങ്ങുന്നില്ല. KSRTCയെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള നടപടികളാണ് സർക്കാരിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് KSRTCയോട് മാത്രം ഇത്തരത്തിലൊരു വിരുദ്ധ നയം സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത്? KSRTCയിൽ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന് പറയുന്ന പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. KSRTCയിൽ ഏകദേശം ചെങ്കൊടി പിടിക്കുന്ന CPIയുടെയും CPMൻ്റെയും ആൾക്കാർ ഏകദേശം 60% മുകളിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് KSRTC. അപ്പോൾ ചെങ്കൊടി പിടിക്കുന്ന സഖാക്കന്മാരോട് ഉള്ള ഒരു ദേഷ്യവും കൂടെ കൊണ്ടായിരിക്കും ഈ KSRTC പൂട്ടണമെന്ന് അദ്ദേഹം വിചാരിച്ചതായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വിദ്വേഷം വെച്ചുകൊണ്ടാണോ KSRTC ആയിരിക്കണം? അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് തൊഴിലാളികൾക്ക് ഇതിനകത്ത് 273 കോടി രൂപ ശമ്പളം, പിന്നെ വരുമാനം വരുമ്പോൾ 80 കോടിയോളം രൂപ പെൻഷൻ ശമ്പളം കൊടുക്കാൻ സാധിക്കാതെ ആണോ ഈ മാനേജ്മെൻറ്റും സർക്കാരും ഈ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നത്? നേരത്തെ 44,000 തൊഴിലാളികളും 6,000-ഓളം ബസ്സും 5,000 ചില്ലുവാനം സർവീസും UDFൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ 5 കോടി രൂപ കളക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ആനുകൂല്യം പോലും വാങ്ങാതെ, സർക്കാരിൻ്റെ ഗ്രാൻഡ് വാങ്ങാതെ കൃത്യമായി ശമ്പളവും പെൻഷനും PFഉം വണ്ടി വാങ്ങലും അതുപോലുള്ള എല്ലാ KSRTC തൊഴിലാളികളുടെയും KSRTCയുടെയും നല്ലൊരു സമയമായിട്ടാണ് UDFൻ്റെ കാലഘട്ടം വരുന്നത്. അപ്പം മനഃപൂർവ്വം പൊളിച്ചെടുക്കാൻ വേണ്ടിയല്ലേ പിണറായി വിജയൻ്റെ സർക്കാരും മാനേജ്മെൻറ്റും KSRTCയോട് കാണിക്കുന്ന ഈ അവഗണന? ഞങ്ങൾ ഇത്തരത്തിൽ ഈ ശമ്പളം കിട്ടിയില്ല എങ്കിൽ ഇത്രയും കളക്ഷനുള്ള ഈ ശബരിമല സീസണിൽ പോലും ശമ്പളം തരാൻ തയ്യാറാകാത്ത കാടത്വം കാണിക്കുന്ന ഈ മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും നയം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് പോകും.
അപ്പം തുടർന്നും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരമാർഗവുമായി മുന്നോട്ട് പോകുമെന്ന് തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ മാത്രം INTC-കാരൻ്റെ മാത്രം ആവശ്യമില്ല, KSRTC-യുടെ സകല തൊഴിലാളികളുടെ ആവശ്യമാണ്. ഞങ്ങൾ അതിനുവേണ്ടി അവസാനം വരെയും ഈ സർക്കാർ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളും KSRTC തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും KSRTC-ക്കും സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ സമരവും ഞങ്ങൾ മുന്നോട്ട്. സാധാരണക്കാർ ആശ്രയിക്കുന്ന KSRTC മേഖലയെ തകർക്കാനാണോ ഈ സർക്കാരിൻ്റെ ശ്രമം? KSRTC ജീവനക്കാരുടെ അവകാശങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോടും അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത്. റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ജ പ്രകാശ്. ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് 71 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന 13,400 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന AC 64 ക്യാമറകൾ, സോളാർ ഇൻവെർട്ടറുകൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത്. തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാറ്. ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ്. ഫിഫ്ത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. 25,000 ടോക്കണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടോക്കൺ 2,500 രൂപയാണ്. എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.